ഹായ് ഗൈസ്, ഞാനൊരു വിഷയത്തെപ്പറ്റി പറയേണ്ടതെന്ന് പല പ്രാവശ്യം ആലോചിച്ചാണ്, പക്ഷേ പറഞ്ഞു പോകുന്നതാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞിനെ എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് ദിവസം മുന്നേ ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഈ കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ഇന്ന് ജയിലിലാണ്. എന്നാൽ അവർ മാത്രമാണ് ഇതിന് ഉത്തരവാദികൾ. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കേ. എനിക്ക് മാത്രം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ശരി, എൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ അങ്ങ് അവോയ്ഡ് ചെയ്തോ, കുഴപ്പമില്ല. അല്ല, കുറേ നാളായിട്ട് ഈ കുഞ്ഞ് ഈ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ ഇത് ഈ വാർത്ത കേൾക്കുന്ന ആർക്കും അറിയാൻ പറ്റും. എന്നാൽ വേറെ ആരും ഇത് അറിഞ്ഞിട്ടില്ലേ? പോലീസ് ഇതിൽ ഇടപെട്ടിട്ടില്ല. പോലീസിന് റിപ്പോർട്ട് ചെയ്തപ്പോൾ പോലീസ് വരാത്തതാണോ? ഇതിനൊരു ക്ലിയർ ആയിട്ടൊരു ആൻസർ വേണ്ടേ? പോലീസിന് ആരെയും ഇൻഫോം ചെയ്തിട്ടുണ്ടോ? ഡോക്ടറിന് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല. വേറെ ആർക്കും ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല ഇന്നേ വരെ. ഈ കുഞ്ഞ് മരണപ്പെട്ടപ്പോഴാണ് ഇതെല്ലാവരും അറിയുന്നത് അല്ലേ? അതിനേക്കാട്ടിൽ സഹിക്കാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്. ആദ്യത്തെ ഒരാഴ്ച, ഈ മരണത്തിന് ശേഷമുള്ള ഒരാഴ്ച എല്ലാവർക്കും, ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തപ്പോൾ പോലും എനിക്ക് ആ ഇൻസിഡൻറ്റ് ആലോചിച്ച് ഓർത്ത സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതാണ്, മനഃപൂർവ്വം ചെയ്യാതിരുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് മുതലക്കണ്ണീറുകൾ ഒഴുകുന്നുണ്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്. കുറേ വീഡിയോ ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കമൻസ് വായിക്കുന്നുണ്ട്. കമൻ്റൊക്കെ വായിക്കുമ്പോൾ തോന്നുന്നൊരു പ്രതിഷേധം ഉണ്ടല്ലോ. അതായത്, ഈ കുഞ്ഞിനെങ്കിൽ ഞങ്ങൾക്ക് തന്നൂടായിരുന്നോ, ഞങ്ങൾ നോക്കിക്കോളാം, പിന്നെ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വന്ന് ഇടപെട്ടേനെ. അല്ല, അങ്ങനെ ഇടപെടാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാർക്ക് ഇടപെടാൻ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. കാരണം ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റുകൾ എടുത്ത് നോക്കിയാലും നമ്മുടെ രാജ്യത്ത് എത്ര കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എത്ര കുഞ്ഞുങ്ങളാണ് ഈ തരത്തിലുള്ള പീഡനത്തിന് ഇരയാവുന്നതെന്ന് ഉള്ളൊരു കണക്കുണ്ട്. ഞാൻ ആ കണക്ക് വേണമെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിടാം. അങ്ങനെയുള്ള ആൾക്കാർ, നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ പോസിറ്റീവായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാർ, ഞങ്ങൾ ഭയങ്കര ഇതാണ്, ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുന്ന, നിങ്ങൾ ഈ പിള്ളേരെയൊക്കെ എടുത്ത് വളർത്ത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ പോയി ഇടപെടും. നമ്മുടെ ചുറ്റിലും ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ, കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കും ഇടപെടണ്ടേ ഈ കാര്യങ്ങളിലൊന്നും? നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം, ഒരു മരണം നടന്നു കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾക്ക് തോന്നിയത് ആ നേരത്തെ ആയിരുന്നെങ്കിൽ രക്ഷിക്കാന്നുള്ളത്? നിങ്ങൾ ഇനി രക്ഷിച്ചാൽ മതി, സമയമുണ്ട്. ഇപ്പോൾ ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും അറിയും. ഈ കമൻറ്റ് ഇടുന്ന ഇതുപോലുള്ള കമൻറ്റ് നിങ്ങൾ കാണുമ്പോൾ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ പിടിച്ച് ഈ വീഡിയോയ്ക്ക് താഴെ മെൻഷൻ ചെയ്താൽ മതി. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഇതുപോലെ പോയി പിള്ളേരെയൊക്കെ രക്ഷിക്കാൻ. പറ്റുന്ന കാര്യങ്ങളെ പറയാവുള്ളൂ, പറ്റാത്ത കാര്യങ്ങൾ പറയരുത്. പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. വേറെ ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ കമൻറ്റ് ഇരിക്കണം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ. ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ വലിയ കോൺട്രവേഴ്സിയിലോട്ട് പോകുന്നുള്ളതുകൊണ്ട് മാത്രം അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ബൈ.